740 കോടി രൂപയാണ് വയനാടിന് വേണ്ടി പിരിച്ചത്. ആ പൈസ ഇവിടെ ഒരു വീട് നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ ഊരാലെന്തിന് കൊടുത്തു. അങ്ങനെ 400 വീട് വെക്കാൻ എത്ര കോടി രൂപ വേണം? 80 കോടി വേണം. പോട്ടെ, ഒരു ആശുപത്രി നിർമ്മിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു, 25 കോടി രൂപ അവിടെയും പോട്ടെ. നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം നിർമ്മിക്കുമെന്ന് പറഞ്ഞു, പോട്ടെ, 25 കോടി രൂപ അവിടെയും പോട്ടെ. പിന്നെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 25 കോടി രൂപ, 140 കോടി രൂപയാണ് നിങ്ങൾ ചെലവഴിച്ചത്. നിങ്ങളാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്? ബാക്കി 140 കോടി രൂപ പോയാൽ ബാക്കി പണം എവിടെ? പറയണം. 600 കോടി രൂപ മുക്കിയവരാണ് നിങ്ങൾ. 600 കോടി രൂപ മറുപടി നിങ്ങൾ പറയണം. ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള വെറുതെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായ ഒരു മറുപടി നിങ്ങൾ പറഞ്ഞു തരണം. ചൂരൽമലയിലെ നിങ്ങൾ പൈസ പിരിപ്പിച്ചതിന്റെ കോടികൾ എവിടെ? 600 കോടി രൂപക്ക് ഒരു തലയും വാലും ഇല്ല. ജനങ്ങളുടെ പൈസയാണ്. അതിനെന്തെങ്കിലും ഒരു നൂൽ പോയിന്റ് എങ്കിലും അതിനോടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ ഈ പണം എന്ത് ചെയ്തു എന്ന്. വെറുതെ തെറി പറഞ്ഞിട്ട് തെറിയല്ല പറയേണ്ടത്, വ്യക്തത നിങ്ങൾക്ക് വരുത്താൻ പറ്റണം. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനടക്കമുള്ള പലരും ഇതിൽ നിന്ന് പിന്മാറിയത്. ഇത് കയ്യിൽ നിന്ന് പോയ കേസാണെന്ന് നമുക്ക് മനസ്സിലായത്. കഴിഞ്ഞ 10 വർഷക്കാലം ജനം അനുഭവിച്ചതൊക്കെ ചെറിയ കാര്യങ്ങളല്ല എന്നുള്ളതിന്റെ ഒരു അത്രയും നമുക്കറിയണ കാര്യമാണ്. എന്നിട്ടും വ്യക്തിപരമായിട്ട് നമുക്ക് പല നേതാക്കന്മാരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കുറെ വോട്ട് കുറച്ചെങ്കിലും ഒരു 35 സീറ്റിലെങ്കിലും എത്തിയത്. ഇല്ലെങ്കിൽ അത്ര പോലും എത്തൂല. കാരണം പാർട്ടി മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾ 0 ആയിരിക്കും. 0 അത്രക്കും മോശമായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ ഭരിച്ചിട്ടുള്ളത്. 600 കോടി രൂപയാണ്. എവിടെയെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നാൽ ഞങ്ങൾ അത് അംഗീകരിക്കുക. 600 കോടിയാണ്, 1-2 പൈസ അല്ല. എന്നിട്ട് വെറുതെ നിങ്ങൾ ന്യായീകരിക്കുക, പച്ചത്തേറി വരാ, വി ഡി സതീശൻ സാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിലൊന്നും ഒരർത്ഥവും ഇല്ല. അതൊന്നും ഒരു ജനവും അത് ഉൾക്കൊള്ളൂല. ഈ പറയുന്നവർ തന്നെ ഉൾക്കൊള്ളില്ല. എന്തൊരു പാർട്ടി പോലും വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പ്. അത് പിണറായിസാണ്, കമ്മ്യൂണിസം അല്ല. കമ്മ്യൂണിസത്തിനോട് നമുക്ക് എന്നും ഇഷ്ടമാണ്, പിണറായിസത്തിനോട് ഒരു ഇഷ്ടമില്ല, ഒരു പേടിയുമില്ല. അത് പ്രത്യേകം സാറ് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾക്ക് ജനം മടുത്തു എന്നുള്ളതാണ്.